ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കണ്ട് നിങ്ങൾ ഏതെങ്കിലും ഡിഷ് ഉണ്ടാക്കാൻ പോവുകയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഇത് നമ്മുടെ കുവൈറ്റി മക്ലൂബ എന്ന് പറയുന്ന ഫുഡ് കഴിക്കുമ്പോൾ കൂടെ കഴിക്കേണ്ടുന്ന സൈഡ് ഡിഷസാണ്. ഈ ചില്ലി ഫ്ലെക്സ്, അതുപോലെ ഗ്രീൻ ചില്ലി, അതൊക്കെ കൂട്ടിയാണ് നമ്മളിത് കഴിക്കുന്നത്. ഈ ഡിഷിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ മന്തി ഇതിന് മുമ്പിൽ ഒന്നുമല്ല എന്ന് പറയാം. ദാ ഇങ്ങനെ തട്ടുന്നത് തന്നെ കാണാൻ എന്തൊരു കലയാണെന്നറിയാമോ. ഇങ്ങനെ തട്ടിക്കഴിയുമ്പോൾ ഈ മക്ലൂബയുടെ കൂടെയുള്ള ഈ വെന്ത ചിക്കൻ്റെയും വെജിറ്റബിൾ ഇതിൽ വലിയൊരു ഘടകമാണ് കേട്ടോ. ഒരുപാട് വെജിറ്റബിൾസ് ഇതിൽ ചേർന്നിട്ടുണ്ട്. അതായത് വഴുതന, ഉരുളൻ കിഴങ്ങ്, അങ്ങനെ ഒരുപാട് വെജിറ്റബിളും പിന്നെ ചിക്കനും ചേർന്നതാണ് ഈ കുവൈറ്റി മക്ലൂബ എന്ന് പറയുന്ന ഫുഡ്. നമ്മൾ ഒരുപാട് മന്തി കഴിച്ചിട്ടുണ്ടാകും, പക്ഷേ മന്തി എന്ന് പറയുന്നത് ഈ മക്ലൂബയുടെ ഫ്രണ്ടിൽ ഒന്നുമല്ല എന്ന് പറയാം. കാരണം അത്രത്തോളം ഡിലീഷ്യസ് ആണ് ഈ ഫുഡ്. ഒരിക്കൽ കഴിച്ചാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്ന ഒരു അപൂർവമായ രുചിയുള്ള ഫുഡാണിത്. കാരണം മന്തി നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ടാകും, പക്ഷേ മന്തി ഇതിനു മുമ്പിൽ ഒന്നുമല്ല ചേട്ടാ എന്ന് പറഞ്ഞ് മാറി നിൽക്കും. കാരണം ചിക്കനൊക്കെ അത്രത്തോളം ജ്യൂസിയാണ്. ഈ ചിക്കനും ഒപ്പം ഈ വെജിറ്റബിളും ഒക്കെ കൂട്ടി ഇത് കഴിക്കാൻ വല്ലാത്തൊരു ടേസ്റ്റാണ്. ഈ കൂടെയുള്ള സലാഡും ഒക്കെ കൂട്ടി ഇത് കഴിക്കാനായിട്ട് വളരെ നല്ല ടേസ്റ്റാണ്. ഞങ്ങളുടെ നാട്ടിൽ കേരളത്തിൽ മിക്കപ്പോഴും ഇത് വളരെ ഫെമിലിയർ അല്ല. കാരണം ഇത് വളരെ അപൂർവമായി മാത്രം കിട്ടുന്ന ഒരു അറബിക് ഡിഷാണ്. കാരണം മന്തി നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ടാകും, പക്ഷേ കുവൈറ്റി മക്ലൂബ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഗൾഫിൽ മാത്രം കിട്ടുന്ന ഫുഡാണ്. മസ്റ്റ് ട്രൈ ആണ്. കാരണം ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഫുഡ് എന്ന് സംശയമില്ലാതെ പറയാൻ കഴിയുന്ന ഫുഡാണ് ഈ മക്ലൂബ. കാരണം അതിൽ വെജിറ്റബിളിൻ്റെ നല്ല കണ്ടൻ്റ് ഉണ്ട്, മീറ്റിൻ്റെ നല്ല കണ്ടൻ്റ് ഉണ്ട്. മാത്രമല്ല ഈ ചില്ലി അതെല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പോൾ വല്ലാത്ത ഒരു ടേസ്റ്റ് തന്നെ എന്ന് പറയാം. അത്യപൂർവമായ ടേസ്റ്റാണ്, വിവരിക്കാൻ പറ്റില്ല. ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഡിഷ്.